കാരണം. അപ്പോൾ ആത്മസാക്ഷാത്കാരമുള്ളവർക്ക് ദുഃഖങ്ങളില്ലേ? നമ്മൾ കണ്ടിട്ട് ജ്ഞാനികളായിട്ടുള്ള എത്രയോ മഹാത്മാക്കൾ അസുഖമായിട്ടും പല പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവർ ആനന്ദകരമായ സ്ഥിതിയിലാണ്. കാരണം എന്താണ്? അനുഭവം വേറെ, അനുഭവങ്ങളെ കാണുന്ന സാക്ഷിയായിരിക്കുന്ന ഞാൻ വേറെ എന്ന ബോധത്തിലിരിക്കുന്നവരാണ് അവർ. ദേഹത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ നിന്ന് ഉയർന്ന് ആത്മബോധത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലാവും, ഈ ജീവിതാനുഭവങ്ങളെല്ലാം മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ചേർന്നിട്ടുള്ളത് മാത്രമാണ്. ആത്മപ്രകാശത്തിൽ മാത്രമേ അനുഭവങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. ഞാൻ ആത്മാവായത് കാരണം എൻ്റെ പ്രകാശത്തിൽ ആണ് ഈ അനുഭവങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ വേറെയാണ്, അനുഭവം വേറെയാണ്. അങ്ങനെയുള്ളവർക്ക്, സാക്ഷിഭാവത്തിലിരിക്കുന്നവർക്ക് എല്ലാ അനുഭവവും ആനന്ദകരമാണ്. കാരണം അതുമായിട്ട് താതാത്മ്യമില്ല. നമ്മൾക്ക് സുഖദുഃഖങ്ങൾ വരാൻ എന്താണ് കാരണം? ഓരോ അനുഭവത്തിനോടും ചേർന്ന് നിൽക്കുന്നു, ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്, നമ്മൾ താതാത്മ്യം ഉണ്ടാവുന്നു. അപ്പോൾ സുഖകരം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു അനുഭവത്തിനോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് സുഖമാണ്, ഞാൻ സുഖിയായിരിക്കുന്നു എന്ന് വിചാരിക്കും. അതുപോലെ ദുഃഖകരമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു അനുഭവത്തിനോട് ചേർന്നിരിക്കുന്ന സമയത്ത് ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ ദുഃഖിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ ഇത് സംഭവിക്കുന്നത്. മനസ്സ് ദുഃഖിക്കുന്നത്, ഞാൻ ദുഃഖിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നത്, ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഞാനിത് അറിയില്ല. എല്ലാ അനുഭവത്തിനും ഞാൻ സാക്ഷിയായിരിക്കുന്നു. അപ്പം മനസ്സ് ദുഃഖിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു എന്നൊരനുഭവമുണ്ട്. ഞാൻ ദുഃഖിക്കുന്നു എന്ന് ഞാൻ അറിയുന്ന ഞാൻ വേറെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കാനുണ്ട് എപ്പോഴും. ഞാൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ സുഖമായിരിക്കുന്നു, സന്തോഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. രണ്ട് വിധത്തിലാണ് അറിയുന്ന ഞാൻ. എപ്പോഴും എന്നിൽ നിന്ന് അന്യമായതിനെ എനിക്ക് അറിയാൻ സാധിക്കുള്ളൂ. നമ്മളുടെയൊക്കെ അനുഭവം അതാണ്, അന്യമായതിനെ അറിയാൻ പറ്റും. അപ്പം സുഖം ദുഃഖം എന്നുള്ള അനുഭവം അന്യമാണ്, ഞാൻ സാക്ഷിയാണ്.